അപ്പോൾ ഫസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ആണ്. റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ ഹസാർഡ്സ് തന്നെയാണ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സോ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് വെൻ 2 or more instruction in the pipeline require same hardware resource at the same time leading to stall or delay execution. അപ്പോൾ ഒരേ സമയം ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് സെയിം ഹാർഡ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവാം, ഇതുപോലത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഇത് നമുക്ക് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ചിങ് ഡാറ്റ ഫ്രം മെമ്മറി while another instruction at a different pipeline stage is writing to a memory. If the memory unit can handle only one access at a time, the second instruction must wait, causing a stall. അതായത് ഒരേ സമയം ഒരേ മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുന്നു. രണ്ടും അറ്റ് എ ടൈമാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ആക്സസിനെ മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു കണ്ടീഷൻ വയ്ക്കുകയാണെങ്കിൽ, ഒന്ന് ഫെച്ച് ചെയ്യുന്നു, ഒന്ന് റൈറ്റ് ചെയ്യുന്നു, രണ്ടും അറ്റ് എ ടൈം നടക്കുമ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തതാണ് ഡാറ്റ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഡാറ്റ ഹസാർഡ്സ്. ഡാറ്റ ഡിപ്പെൻഡൻസി കാരണമാണ് ഇതുപോലത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നെങ്കിൽ അത് ഡാറ്റ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഡാറ്റ ഹസാർഡ്സ്. സോ ഡാറ്റ ഡിപ്പെൻഡൻസി കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദി റിസൾട്ട് ഓഫ് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ബട്ട് ദ റിസൾട്ട് ഹാസ് നോട്ട് യെറ്റ് ബീൻ കമ്പ്യൂട്ടഡ്. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ലൈൻ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഞാനിവിടെ കട്ടി കുറച്ചിട്ട് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ കമൻ്റാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ആഡ് R1, R2, R3. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് R2ഉം R3ഉം ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും, R1ലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ സബ്ട്രാക്ട് R4, R1, R5. അതായത് R1ൽ നിന്ന് R5 സബ്ട്രാക്ട് ചെയ്തിട്ട് ആ റിസൾട്ട് R4ലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ആൻഡ് R6, R1, R7. R6 R1ഉം R7ഉം ആൻഡ് ചെയ്തിട്ട് ആ റിസൾട്ട് R6ലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പൈപ്പ് ലൈനിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇൻസ്ട്രക്ഷൻ 2 ഡിപ്പെൻഡ്സ് ഓൺ ദി റിസൾട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ 1 അല്ലേ, ബിക്കോസ് ഇറ്റ് യൂസസ് ദ വാല്യൂ ഓഫ് R1 ദാറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ദി ആഡ് ഇൻസ്ട്രക്ഷൻ. അതായത് നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ലൈനിൽ R1 ഉണ്ട്, സെക്കൻഡ് ലൈനിലും R1 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അഡീഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം R1 എന്നുള്ളത് അഡീഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സിക്യൂഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും നമ്മൾ R1 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലൈൻ കംപ്ലീറ്റ് ആവാതെ തേർഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്താൽ ഇവിടെയും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ഡാറ്റ ഹസാർഡ്സ് അല്ലെങ്കിൽ ഡാറ്റ ഡിപ്പെൻഡൻസിയെ ബേസ് ചെയ്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡാറ്റ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഡാറ്റ ഹസാർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ കൺട്രോൾ ഹസാർഡ്സ് ആണ്. ബ്രാഞ്ച് ഡിഫറൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഹസാർഡ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ ബ്രാഞ്ച് ഡിഫറൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഹസാർഡ്സ്? സോ ബ്രാഞ്ച് ഡിഫറൻസ് ഓർ കൺട്രോൾ ഹസാർഡ് ഒക്കേഴ്സ് വെൻ എ പൈപ്പ് ലൈൻ മസ്റ്റ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ദി ഔട്ട്കം ഓഫ് എ കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ലൈക്ക് ബ്രാഞ്ച് ഓർ ജമ്പ്. ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ്റെ ബേസിലാണ് നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ഹസാർഡ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ബ്രാഞ്ച് ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്, കണ്ടോ, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത? ബ്രാഞ്ച് ഇഫ് ഈക്വൽ R1, R2, ലേബൽ. അതായത് R1ഉം R2ഉം ഈക്വൽ ആണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലേബൽ എന്നുള്ള ഒരു ലൂപ്പിലേക്ക് ഇത് ജമ്പ് ചെയ്യും.
പിന്നെ നമ്മൾ കൊടുത്തത് ആഡ് R3, R4, R5. ഷുഡ് ദിസ് എക്സിക്യൂട്ടഡ് ഓർ നോട്ട്? അപ്പോൾ ശരിക്കും ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ ഈ ലൈൻ? പറ്റില്ല. കാരണം എന്താ? അതായത് R1ഉം R2ഉം ഈക്വൽ ആണെങ്കിൽ ഇത് ലേബലിലേക്കാണ് പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ബ്രാഞ്ച് ഇഫ് ഈക്വൽ R1, R2, ലേബൽ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ആഡ് R3, R4, R5. അപ്പോൾ നമ്മളിവിടെ ലേബൽ അസൈൻ ചെയ്തു. ലേബലിൽ പറയുന്നത് സബ്ട്രാക്ട് R3, R4, R5. അപ്പോൾ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താ മക്കളെ? നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ശരിക്കും സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഈ R1ഉം R2 ഈക്വൽ ആണെങ്കിൽ ഇത് നേരിട്ട് ലേബലിലേക്ക് ജമ്പ് ചെയ്യും അല്ലേ? R1ഉം R2 ഈക്വൽ അല്ലെങ്കിലോ ഈ ലൈൻ കഴിഞ്ഞിട്ട് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഷുഡ് ദിസ് ഈസ് എക്സിക്യൂട്ടഡ് ഓർ നോട്ട് നമുക്കറിയില്ല. ദ പ്രൊസസ്സർ ഡസ് നോട്ട് നോ വെദർ ടു ടേക്ക് ദി ബ്രാഞ്ച് അണ്ടിൽ ഇറ്റ് ഇവാലുവേറ്റ് R1 ഈക്വൽ ടു R2. ഇഫ് ദ ബ്രാഞ്ച് ഈസ് ടേക്കൺ ഓൾറെഡി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ഇൻവാലിഡ് ലീഡിങ് ടു വേസ്റ്റഡ് സൈക്കിൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ശരിക്കും നമുക്ക് സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടതെന്ന് അറിയില്ല. കാരണം അത് ഈക്വൽ ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പാരലലായിട്ട് ഫസ്റ്റും സെക്കൻഡും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡ് വേസ്റ്റായി പോകാൻ സാധ്യത ഉണ്ട്. കാരണം ഈക്വൽ ആണെങ്കിൽ അത് നേരിട്ട് ലേബലിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് കാരണം ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ബ്രാഞ്ച് ഡിഫറൻസ് എന്ന് പറയാം. ഇതാണ് ആക്ച്വലി കൺട്രോൾ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ 3 രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ പോസിബിളാണ്. ഒന്ന് റിസോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരേ ഹാർഡ്വെയറിലേക്ക് 2 ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേ ബി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അത് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ആണ് അല്ലേ? ഒരു ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത ലൈൻ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഡാറ്റ ഡിപ്പെൻഡൻസി കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. പിന്നെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് കാരണം ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ബ്രാഞ്ച് ഡിഫറൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ഇത് തന്നെയാണ് ശരിക്ക് സ്ട്രക്ചറൽ ഹസാർഡും ഡാറ്റ ഹസാർഡും അതുപോലെ തന്നെ കൺട്രോൾ ഹസാർഡും. നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. യെസ്. ഇനി നമുക്ക് ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷനാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് പൈപ്പ് ലൈൻ ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഹസാർഡ്സ് എന്താണെന്ന് അറിയാം. സോ പൈപ്പ് ലൈൻ ഹസാർഡ്സ് ആർ ദി പ്രോബ്ലംസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ പ്രോസസ്സിംഗ് ഇൻ എ പൈപ്പ് ലൈൻ പ്രോസസ്സർ വിച്ച് ക്യാൻ കോസ് ഡിലേസ് ഓർ ഇൻകറക്റ്റ് എക്സിക്യൂഷൻ. അപ്പോൾ എന്താണ് ഹസാർഡ്സ് ഞാൻ പറഞ്ഞു. അത് കാരണം ഡിലേ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് ഉണ്ടാവാം. ദ 3 മെയിൻ ടൈപ്സ് ഓഫ് പൈപ്പ് ലൈൻ ഹസാർഡ്സ് ആർ: ഒന്ന് സ്ട്രക്ചറൽ ഹസാർഡ്സ്, ഒന്ന് ഡാറ്റ ഹസാർഡ്സ്, ഒന്ന് കൺട്രോൾ ഹസാർഡ്സ്. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഹസാർഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഈച്ച് ടൈപ്പ് ഓഫ് ഹസാർഡ് ഹാസ് എ സ്പെസിഫിക് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് ടു മിനിമൈസ് ദെയർ ഇമ്പാക്റ്റ് ഓൺ പെർഫോമൻസ്. അപ്പോൾ നമുക്ക് വ്യത്യസ്ത മെത്തേഡ് പ്രകാരം ഈ ഹസാർഡ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനോ അതിനെ സോൾവ് ചെയ്യാനോ സാധിക്കും. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 രീതിയിലുള്ള ഹസാർഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് സ്ട്രക്ചറൽ ഹസാർഡ്സ്, നമ്മളത് ഓൾറെഡി കോൺഫ്ലിക്ട്സിൻ്റെ കേസിലും പറഞ്ഞു. ഒന്ന് ഡാറ്റ ഹസാർഡ്സ്, ഒന്ന് കൺട്രോൾ ഹസാർഡ്സ്. ഇങ്ങനെ 3 രീതിയിലുള്ള ഹസാർഡ്സുകൾ ഉണ്ടാവാം. അപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഹസാർഡിനെ കുറിച്ചാണ്. സ്ട്രക്ചറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കർ വെൻ 2 or more instructions require the same hardware resource at the same time, such as memory unit, ALU or register. So detection involving identifying if 2 instructions are requesting the same resource in a given time. ഇതിനെയാണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സിംപ്ലി സ്ട്രക്ചറൽ ഹസാർഡ്സ്. നിങ്ങൾക്ക് മനസ്സിലായ മക്കളെ എന്താണ് സ്ട്രക്ചറൽ ഹസാർഡ്സ് എന്നുള്ളത്? യെസ്.
അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം? അപ്പോൾ ഇതിൻ്റെ ബേസിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റിസോഴ്സ് ഡ്യൂപ്ലിക്കേഷനാണ്, അടുത്തതാണ് പൈപ്പ് ലൈൻ ഇൻ്റർലോക്ക്, അടുത്തതാണ് ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ്. അങ്ങനെ 3 മെത്തഡോളജിയിൽ നമുക്ക് ഈ സ്ട്രക്ചറൽ ഹസാർഡ്സിനെ ഓവർകം ചെയ്യാം. അപ്പോൾ എന്താണ് ഈ റിസോഴ്സ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ആഡ് മോർ ഫങ്ഷണൽ യൂണിറ്റ് ഓർ റിസോഴ്സസ് ടു ഹാൻഡിൽ കൺകറൻറ്റ് റിക്വസ്റ്റ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരേ ഹാർഡ്വെയർ യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരിക. അപ്പോൾ കൂടുതൽ ഫങ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോർ നമ്പർ ഓഫ് ഹാർഡ്വെയർസ് അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്ട്രക്ചറൽ ഹസാർഡ്സ് ഓവർകം ചെയ്യാം. അപ്പോൾ റിസോഴ്സ് ഡ്യൂപ്ലിക്കേഷനാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് പൈപ്പ് ലൈൻ ഇൻ്റർലോക്ക്. ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിലേ ആണ്. ഒരു വെയിറ്റ് സ്റ്റേറ്റ് ഒക്കുറിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർലോക്ക് എന്ന് പറയുന്നത്. സോ ഇൻസേർട്ട് സ്റ്റാൾസ് ഓർ വെയിറ്റ് സൈക്കിൾസ് ഇൻ ദി പൈപ്പ് ലൈൻ when a resource conflict is detected. This prevents the conflicting instruction from being processed until the resource become available. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോർമലി സ്റ്റാൾസ് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ വെയിറ്റ് സൈക്കിൾസ് ഒരു ഡിലേ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർലോക്കുകൾ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ഇൻ്റർലോക്കുകൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ട്രക്ചറൽ ഹസാർഡ്സിനെ പ്രോബ്ലത്തിന് റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ടൈപ്പാണ് ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ്. റീഅറേഞ്ച് ദി സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു അവോയ്ഡ് ദി സൈമിൾട്ടേനിയസ് ആക്സസ് ടു ദി സെയിം സോഴ്സ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിനെ റീഅറേഞ്ച് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓർഡറിംഗ് ഒക്കെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ സ്ട്രക്ചറൽ ഹസാർഡ്സിനെ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഈ 3 മെത്തേഡിലൂടെ നമുക്ക് സ്ട്രക്ചറൽ ഹസാർഡ്സിൻ്റെ റെസൊല്യൂഷൻ, ആ സ്ട്രക്ചറൽ ഹസാർഡ്സിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കോൺസെപ്റ്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടൈപ്പ് ഹസാർഡാണ് ഡാറ്റ ഹസാർഡ്. ഡാറ്റ ഹസാർഡ് കുറച്ച് ലെങ്തി ആയിട്ട് പറയാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഡാറ്റ ഹസാർഡ്സ് ഓൾറെഡി ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞു നേരത്തെ അല്ലേ. അപ്പോൾ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, രണ്ടാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ സെക്കൻഡ് ലൈൻ എന്നുള്ളത് ഫസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കോൺഫ്ലിക്റ്റുകൾ വരാം. ഇതിന് നമുക്ക് ഡാറ്റ ഹസാർഡ്സ് എന്ന് പറയാം. സോ ഡാറ്റ ഹസാർഡ്സ് ഒക്കേഴ്സ് വെൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ ക്ലോസ് ടുഗദർ in a pipeline hazard depends on each other for data and the required data is not yet available. ഇതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ 3 രീതിയിലുള്ള ഡാറ്റ ഹസാർഡ്സ് വരാം. ഫസ്റ്റാണ് റീഡ് ആഫ്റ്റർ റൈറ്റ്. റോന്ന് നമ്മൾ പറയുന്നതാണ് റീഡ് ആഫ്റ്റർ റൈറ്റ്. സോ എ ലേറ്റർ ഇൻസ്ട്രക്ഷൻ റീഡ് എ വാല്യൂ ബിഫോർ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആൻ ഏർലിയർ ഇൻസ്ട്രക്ഷൻ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്താണ് വാർ അല്ലെങ്കിൽ റൈറ്റ് ആഫ്റ്റർ റീഡ്. എ ലേറ്റർ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ടു എ രജിസ്റ്റർ ബിഫോർ ആൻ ഏർലിയർ ഇൻസ്ട്രക്ഷൻ ഹാസ് റീഡ് ഫ്രം ഇറ്റ്. ഇതിനെയാണ് നമ്മൾ റൈറ്റ് ആഫ്റ്റർ റീഡ് എന്ന് പറയുന്നത്. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് ആണ്. അപ്പോൾ റോ ഹസാർഡ്, വാർ ഹസാർഡ്, വാവ് ഹസാർഡ്, ദീസ് ആർ ദി 3 ടൈപ്സ് ഓഫ് ഡാറ്റ ഹസാർഡ്സ്. ഇപ്പോൾ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻസ്ട്രക്ഷൻസ് അറ്റംപ്റ്റ് ടു റൈറ്റ് ടു ദി സെയിം രജിസ്റ്റർ. അപ്പോൾ ഞാനത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റീഡ് ആഫ്റ്റർ റൈറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഫിഗർ നിങ്ങൾ നോക്കിയേ, ഈ ഫിഗർ കണ്ടോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ജെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ റീഡ് ആഫ്റ്റർ റൈറ്റ് ആണ് അല്ലേ. റീഡ് ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം റീഡും റൈറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം. സോ റോ ഹസാർഡ് ഒക്കേഴ്സ് വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡാറ്റ ട്രൈസ് ടു റീഡ് ദി രജിസ്റ്റർ ബിഫോർ ദ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ഹാസ് റിട്ടേൺ ടു ദി രജിസ്റ്റർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റീഡ് ആഫ്റ്റർ റൈറ്റ് ആണ്. അതായത് ആൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡാറ്റ
tries to read a register before the previous instruction has returned to that register. അപ്പോൾ ഈ ഫിഗർ പ്രകാരം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ടു ദി രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രജിസ്റ്ററിലേക്ക് അല്ലേ. ആൻഡ് ഇൻസ്ട്രക്ഷൻ ജെ ട്രൈസ് ടു റീഡ് ഫ്രം ദി സെയിം രജിസ്റ്റർ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ചെയ്യുന്നുണ്ട്, ഇതേ സമയത്ത് ഇൻസ്ട്രക്ഷൻ ജെ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എററാണ് റീഡ് ആഫ്റ്റർ റൈറ്റ്. അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്ന എക്സാമ്പിൾ നോക്കിയേ. ആഡ് R1, R2, R3. ഇതാണ് ഇൻസ്ട്രക്ഷൻ 1. ഇൻസ്ട്രക്ഷൻ 2 എന്ന് പറഞ്ഞാൽ മൂവ് R4, R1. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുക? ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ആഡ് R1, R2, R3 എന്ന് പറഞ്ഞാൽ R2ഉം R3യും കൂടി ആഡ് ചെയ്തിട്ട് അത് R1ലേക്ക് സ്റ്റോർ ചെയ്യും. ഇൻസ്ട്രക്ഷൻ 2ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? R1, R4. അതായത് ഇൻസ്ട്രക്ഷൻ 1ൽ ചെയ്യുന്ന കാര്യം R2ഉം R3യും കൂടി ആഡ് ചെയ്ത റിസൾട്ട് R1ലേക്ക് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമത്തേലോ മൂവ് R4, R1 എന്ന് പറഞ്ഞാൽ റീഡ് R1 നമ്മൾ റീഡ് ചെയ്തിട്ട് അതിനെ R4ലേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ റീഡ് ചെയ്യുന്നു. ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ റീഡ് ആഫ്റ്റർ റൈറ്റ് ആണ്. ഓൾറെഡി ഇതിലേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കും അല്ലേ. അതായത് ഇൻസ്ട്രക്ഷൻ 2 നീഡ് ടു റീഡ് R1 ബട്ട് ഇൻസ്ട്രക്ഷൻ 1 ഈസ് റൈറ്റിംഗ് ടു R1. If I2 read R1 before I1 has written its result, the value of R1 is incorrect, leading to row hazard. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും സെക്കൻഡ് ഇൻസ്ട്രക്ഷനിൽ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രണ്ടും പാരലലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റോ ഹസാർഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് റീഡ് ആഫ്റ്റർ റൈറ്റ് അല്ലേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ മെത്തേഡിലൂടെ നമുക്ക് റോ ഹസാർഡ്സിനെ റെസൊല്യൂഷൻ ചെയ്യാം? ഫസ്റ്റ് മെത്തേഡാണ് ഡാറ്റ ഫോർവേഡിങ് ഓർ ഡാറ്റ ബൈപ്പാസിങ്. ഫോർവേഡ് ദി വാല്യൂസ് ഫ്രം എക്സിക്യൂഷൻ സ്റ്റേജ് ഓഫ് കറക്റ്റ് വാല്യൂ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ forward the value from the execution stage of instruction I directly to read the stage of instruction J to get the correct value without waiting instruction 1 to write back to the register. അപ്പോൾ നമുക്ക് നോർമലി ഒരു ഡാറ്റ ഫോർവേഡിങ് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാം. അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനെ ബൈപ്പാസ് ചെയ്യാം. അപ്പോൾ ഡിപ്പെൻഡൻസി ഇല്ലാത്ത ഇൻസ്ട്രക്ഷൻസിനെ പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഡാറ്റ ഫോർവേഡ് അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ റെസൊല്യൂഷൻ ചെയ്യാം. അടുത്തൊരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ സ്റ്റാൾസ് ആണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് കംപ്ലീറ്റ് ആയാലല്ലേ നമുക്ക് സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റോ എറർ വരില്ലേ. അപ്പോൾ ഇതിന് ഇൻബിറ്റ്വീനായിട്ട് നമ്മൾ പൈപ്പ് ലൈൻ സ്റ്റാളുകൾ അല്ലെങ്കിൽ വെയിറ്റ് സൈക്കിൾസ് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് എ സ്റ്റാൾ ഓർ ബബിൾ ഇൻ ദി പൈപ്പ് ലൈൻ ടു അലോ ഇൻസ്ട്രക്ഷൻ ഐ ടു ഫിനിഷ് റൈറ്റിംഗ് ടു ദി രജിസ്റ്റർ ബിഫോർ ഇൻസ്ട്രക്ഷൻ ജെ റീഡ് ഇറ്റ്. അപ്പോൾ സ്റ്റാളുകൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടും ഡാറ്റ ഫോർവേഡ് ചെയ്തുകൊണ്ടും നമുക്ക് റോ ഹസാർഡ്സിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടൈപ്പാണ് വൗ ഹസാർഡ്. വൗ ഹസാർഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ റൈറ്റ്. ഈ റൈറ്റ് ആഫ്റ്റർ റൈറ്റിൻ്റെ ഫിഗർ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ഐ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇൻസ്ട്രക്ഷൻ ജെയും റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു എററാണ് ആക്ച്വലി എന്ത്? വൗ ഹസാർഡ്. എ വൗ ഹസാർഡ് ഒക്കേഴ്സ് വെൻ ദ ടു ഇൻസ്ട്രക്ഷൻസ് attempt to write to the same register. അപ്പോൾ സെയിം രജിസ്റ്ററിലേക്ക് എന്ത് ചെയ്യാണ്? സെയിം രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സെയിം രജിസ്റ്ററിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള എററാണ് വൗ ഹസാർഡ്സ്. ഇൻ ദിസ് സിറ്റുവേഷൻ, ഇഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഔട്ട് ഓഫ് ഓർഡർ ആൻഡ് ദ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ മേ ഓവർ റൈറ്റ് ദി റിസൾട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലീഡിങ് ടു ഇൻകറക്റ്റ് ബിഹേവിയർ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഉണ്ടാവുകയാണെങ്കിൽ
അത് നമുക്ക് വാവ് ഹസാർഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വാവ് ഹസാർഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദ വാവ് ഹസാർഡ് ഹാപ്പൻസ് വെൻ ദ സെയിം സൈൻ ഈസ് റിട്ടേൺ by both instructions. This is typically detected by checking if both instruction target the same register for a write operation. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കിതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ I1 ഇൻസ്ട്രക്ഷൻ I2. ഇൻസ്ട്രക്ഷൻ I1 എന്ന് പറയുന്നത് മൂവ് R1, R2, അതായത് R2ലെ ഇൻഫർമേഷൻ R1ലേക്ക് റൈറ്റ് ചെയ്യുന്നു. അടുത്തത് ആഡ് R1, R3. R3ലെ കണ്ടൻറ്റും R1ലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് അത് R1ലേക്ക് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലും റൈറ്റിംഗ് ആണ്, സെക്കൻഡ് സ്റ്റേജിലും റൈറ്റിംഗ് ആണ്. സോ ഇൻ ദിസ് എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻ I1 റൈറ്റ് ടു R1 ആൻഡ് ഇൻസ്ട്രക്ഷൻ I2 ഓൾസോ റൈറ്റ് ടു R1. If instruction I2 write to R1 before instruction I1 finishes, the value in R1 will be correct. അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടും അറ്റ് എ ടൈം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റൈറ്റിംഗ് നടക്കുള്ളൂ, മറ്റേ റൈറ്റിംഗ് ഫെയിൽ ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വാവ് ഹസാർഡ്സ് അല്ലെങ്കിൽ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്സ് ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റെസൊല്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാവ് ഹസാർഡ്സ് എങ്ങനെ റെസൊല്യൂഷൻ ചെയ്യാം? വളരെ സിമ്പിളാണ്. ഇൻസ്ട്രക്ഷൻ റീഓർഡറിങ് ചെയ്തിട്ട് നമുക്കിതിനെ ചെയ്യാൻ പറ്റും. എന്താണ് ഇൻസ്ട്രക്ഷൻ റീഓർഡറിങ് എന്ന് പറഞ്ഞാൽ? വൺ കോമൺ സൊല്യൂഷൻ ടു റീഓർഡർ വിത്ത് ഇൻസ്ട്രക്ഷൻ. സോ ദ ഇൻസ്ട്രക്ഷൻ I1 റൈറ്റ് ടു R1 ബിഫോർ ഇൻസ്ട്രക്ഷൻ I2 റൈറ്റ് ടു R1. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടിലും അറ്റ് എ ടൈം റൈറ്റ് ആണല്ലോ, ഇതിന് റീഓർഡർ ചെയ്യാം. നമുക്ക് ഒരു 10 ലൈനുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസിനെ പ്രോപ്പറായിട്ട് റീഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഈ വാവ് ഹസാർഡ്സിൻ്റെ എറർ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ നമുക്കതിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാം. അടുത്തത് ഇതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഇൻ്റർലോക്കുകൾ ഇട്ടുകൊണ്ട്, പൈപ്പ് ലൈൻ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ ഇൻബിറ്റ്വീനായിട്ട് വെയിറ്റ് സൈക്കിൾസ് അല്ലെങ്കിൽ സ്റ്റാൾസ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ വാവ് ഹസാർഡ്സിനെ ഓവർകം ചെയ്യാം. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ലോജിക്കുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കൺട്രോൾ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എൻഷുറിങ് ദാറ്റ് the instructions are executed in the correct order through control logic to prevent out of order write. അപ്പോൾ ഒരു കൺട്രോൾ ലോജിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓർഡറിങ് പ്രോപ്പർ ആക്കുക. ഇങ്ങനെ 3 മെത്തഡോളജിയിൽ നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാം. ഇതിൻ്റെ റെസൊല്യൂഷൻ മെക്കാനിക്സ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് ഹസാർഡാണ് വാർ ഹസാർഡ്. വാർ ഹസാർഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആഫ്റ്റർ റീഡാണ്. നിങ്ങൾ നോക്കിയേ, ഇൻസ്ട്രക്ഷൻ J എന്നുള്ളത് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ, അതേക്ക് തന്നെ നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഫിഗർ. എ വാർ ഹസാർഡ് ഒക്കേഴ്സ് ആൻ ഇൻസ്ട്രക്ഷൻ അറ്റംപ്റ്റ് ടു റൈറ്റ് എ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ attempt to write a register that a previous instruction read from, but we write happens before read. റീഡിന് മുന്നേ റൈറ്റിംഗ് അല്ലേ? യെസ്. ദിസ് റിസൾട്ട്സ് എ പൊട്ടൻഷ്യൽ ഇഷ്യൂ വെർ ദ ഏർലിയർ ഇൻസ്ട്രക്ഷൻ മേ റീഡ് ഇൻകറക്റ്റ് ഓർ ഔട്ട്ഡേറ്റഡ് ഡാറ്റ ബിക്കോസ് ദ രജിസ്ട്രി ഈസ് റിട്ടേൺ ടു ബിഫോർ ദി ഏർലിയർ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്സ് ഇറ്റ്സ് റീഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോ ഹസാർഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് ഇവിടെ വരിക. ഇത് വാർ ഹസാർഡ്. റോ ഹസാർഡ് റൈറ്റ് റീഡ്, ഇവിടെ റീഡ് റൈറ്റ് പോലെ നേരെ ഓപ്പോസിറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഹസാർഡ് ഒക്കേഴ്സ് വെൻ ആൻ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ടു എ രജിസ്റ്റർ ദാറ്റ് ഈസ് റീഡ് ബൈ ദ പ്രിസീഡിങ് ഇൻസ്ട്രക്ഷൻ. ദ റൈറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ആഫ്റ്റർ ദ റീഡ് ഓപ്പറേഷൻ ഫോർ ദ വാല്യൂ ടു ബി കറക്റ്റ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന എക്സാമ്പിൾ കണ്ടോ, 2 ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇൻസ്ട്രക്ഷൻ I1 ഇൻസ്ട്രക്ഷൻ I2. 2 ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ I1 ഇൻസ്ട്രക്ഷൻ I2. I1 എന്ന് പറഞ്ഞാൽ മൂവ് R2, R1. മറ്റേതെന്താ, മൂവ് R1, R3. അപ്പോൾ ആദ്യത്തെ കേസിൽ ചെയ്യുന്നത് R1ലെ കണ്ടൻറ്റ് R1നെ റീഡ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ R1ലേക്ക് റൈറ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ 1 ഇൻസ്ട്രക്ഷൻ 2 നമ്മൾ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ റൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഒരു എറർ ഉണ്ടാവും, ഒരു ഹസാർഡ് ഉണ്ടാവും. ഇത് നമുക്ക് എന്ത് പറയാം? വാർ ഹസാർഡ് എന്ന് പറയാം. സോ ഇൻസ്ട്രക്ഷൻ I1 റീഡ് R1 ആൻഡ് ഇൻസ്ട്രക്ഷൻ I2 റൈറ്റ് ടു R1. ദ ഇൻസ്ട്രക്ഷൻ I2 റൈറ്റ് R1 ബിഫോർ ഇൻസ്ട്രക്ഷൻ I1 ഫിനിഷസ് റീഡിങ്. ഇൻസ്ട്രക്ഷൻ I1 വിൽ ഗെറ്റ് റോങ് വാല്യൂ കോസിങ് എ വാർ ഹസാർഡ്. ഇങ്ങനെയാണ് വാർ ഹസാർഡ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഇൻസ്ട്രക്ഷൻ റീഓർഡറിങ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാർ ഹസാർഡ്സിനെ ഓവർകം ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മൂവ് R2, R1, ആഡ് R3, R4, ആഡ് R1, R3. ഇപ്പോൾ ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള റീഓർഡറിങ്ങാണ് അല്ലേ? ഫസ്റ്റിൽ റീഡ് ചെയ്യും, രണ്ടാമത്തേൽ R1 റിലേറ്റഡ് ഒരു ഓപ്പറേഷനും ഇല്ല, തേർഡ് സ്റ്റെപ്പിലാണ് ആക്ച്വലി റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഇങ്ങനെ റീഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വാർ ഹസാർഡ്സിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. പിന്നെ പൈപ്പ് ലൈൻ ഇൻ്റർലോക്കുകൾ ഇൻസേർട്ട് ചെയ്യുക, അതായത് വെയിറ്റ് സൈക്കിൾസ് അല്ലെങ്കിൽ സ്റ്റാൾസ് അല്ലെങ്കിൽ ഇൻ്റർലോക്കുകൾ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വാർ ഹസാർഡ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഹസാർഡ്സാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? നമുക്ക് ഡാറ്റ ഹസാർഡ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടുന്നെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? യെസ്. ഇനി അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് നോക്കാം മക്കളെ. അടുത്ത ടൈപ്പ് ഓഫ് ഹസാർഡ് എന്ന് പറയുന്നത് കൺട്രോൾ ഹസാർഡാണ്. കൺട്രോൾ ഹസാർഡ്. അപ്പോൾ കൺട്രോൾ ഹസാർഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനൊക്കെ കാരണം ഉണ്ടാവുന്ന ഹസാർഡാണ് കൺട്രോൾ ഹസാർഡ്. അപ്പോൾ കൺട്രോൾ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഒക്കർ ഡ്യൂ ടു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് like conditional branches or jump, where the processor does not know which instruction to fetch the next until the branch decision is made. അപ്പോൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിറ്റക്റ്റ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഈസ് എൻകൗണ്ടർഡ് ഇൻ പൈപ്പ് ലൈൻ വിച്ച് കോസസ് എ ചേഞ്ച് ഇൻ ദി ഫ്ലോ ഓഫ് കൺട്രോൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ദ പ്രൊസസ്സർ എക്സിക്യൂട്ട് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, ഇറ്റ് ഡസ് നോട്ട് നോ ഇഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഫെച്ച്ഡ് ഫ്രം ദ കറണ്ട് സീക്വൻസ് ഓർ ഡിഫറെൻറ്റ് മെമ്മറി അഡ്രസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ കണ്ടീഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ കോൺഫ്ലിക്ട്സ് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ എന്താണ് സ്ട്രക്ചറൽ ഹസാർഡ് പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ കോൺഫ്ലിക്ട്സ് പറഞ്ഞല്ലോ. അതിൽ ഈ ബ്രാഞ്ച് ഡിഫറൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഹസാർഡ്സ് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. യെസ്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഏത് മെത്തേഡിൽ നമുക്കിതിനെ റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്നുള്ള മെക്കാനിസമാണ്. ബ്രാഞ്ചിനെ നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ പ്രീവിയസ് കേസസ് ഒക്കെ വെച്ചിട്ട് ബ്രാഞ്ചിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു റെസൊല്യൂഷനാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രഡിക്ഷൻസ് പോസിബിളാണ്. സ്റ്റാറ്റിക് ആയിട്ടും പ്രഡിക്ഷൻ നടത്താം, ഡൈനാമിക് ആയിട്ടും പ്രഡിക്ഷൻ നടത്താം. സോ ദ പ്രൊസസ്സർ predict the outcome of the branch instruction and continues fetching the instruction based on that prediction. If the prediction is correct, the pipeline continue without delay. Prediction correct ആണെങ്കിൽ ഒരു ഡിലേ ഇല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ പ്രഡിക്ഷൻ ഈസ് റോങ്, ദ pipeline is flushed and the correct instruction is fetched, causing a performance penalty. അല്ലെങ്കിൽ അപ്പോൾ പ്രഡിക്ഷൻ എന്നുള്ളത് സക്സസ് ആവാം, സക്സസ് ആവാതിരിക്കാം അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു റെസൊല്യൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ബ്രാഞ്ച് പ്രഡിക്ഷൻസ് പോസിബിളാണ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് പ്രഡിക്റ്റ് ദി ബ്രാഞ്ച് ടു ബി ടേക്കൺ ഓർ നോട്ട് ടേക്കൺ, എപ്പോഴും ഒരേ രീതിയിലുള്ള പ്രഡിക്ഷൻ ആയിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ യൂസിങ് ദി പാസ്റ്റ് ബിഹേവിയർ ഓഫ് ബ്രാഞ്ചസ് ടു പ്രഡിക്റ്റ് ദി ഫ്യൂച്ചർ. പാസ്റ്റ് ബിഹേവിയർ യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈനാമിക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രഡിക്ഷൻ അൽഗോരിതംസ് ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ റെസൊല്യൂഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ബ്രാഞ്ചിങ്ങിനെ ഡിലേ ആക്കിക്കൊണ്ട് ഡിലേയ്ഡ് ബ്രാഞ്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കൺട്രോൾ ഹസാർഡ്സിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാം. സോ സം ആർക്കിടെക്ചേഴ്സ് എംപ്ലോയ് ഡിലേയ്ഡ് ബ്രാഞ്ചിങ് വേർ ദ ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഫോളോസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് റിഗാർഡ്ലെസ് ഓഫ് ദി ബ്രാഞ്ച് ഔട്ട്കം. ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി ഡിലേ സ്ലോട്ട്. അപ്പോൾ ബ്രാഞ്ചിങ്ങിനെ ഡിലേ ആക്കിക്കൊണ്ട് നമുക്കിതിനെ ചെയ്യാം. അടുത്തത് ബ്രാഞ്ച് ടാർജറ്റ് ബഫർ. ഒരു ബ്രാഞ്ച് ടാർജറ്റ് ബഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാം. സോ എ സ്മോൾ ക്യാഷെ ദാറ്റ് സ്റ്റോർ ദി ടാർജറ്റ് അഡ്രസ് ഓഫ് ദി റീസെൻറ്റ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. വെൻ ദ ബ്രാഞ്ച് ഈസ് എൻകൗണ്ടർഡ്, ദ പ്രൊസസ്സർ ക്യാൻ ക്വിക്ക്ലി ലുക്ക് അപ്പ് ദി ടാർജറ്റ് അഡ്രസ് ഓഫ് ദി
BTB reducing the time spent on fetching the next instruction. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബ്രാഞ്ച് ടാർഗറ്റ് ബഫർ കൊണ്ടുവന്നിട്ടും നമുക്ക് ഈ കൺട്രോൾ ഹസാർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റെസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നോർമലി നമുക്ക് ഹസാർഡ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഹസാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാനൊരു ഒറ്റ വീഡിയോ ആയിട്ട് ഇത് വളരെ ബ്രീഫ് ചെയ്ത് പറഞ്ഞു എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ട്, അതിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, എങ്ങനെ റെസൊല്യൂഷൻ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, ഒരുവിധം ക്ലിയർ ആക്കി തന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ മൊഡ്യൂള് എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു. അപ്പോൾ താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.